ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം മറക്കുകയില്ല. തൻ്റെ ഭക്തനെ ഒരിക്കലും ദൈവം മറക്കുകയില്ല എന്നാണ് നമ്മൾ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുന്നത്. മത്തായി സുവിശേഷം 6:8 വായിച്ചാട്ടെ. അവരോട് തുല്യരാകരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ഇവിടെ പറയുന്നു, അവരെ പോലെ നിങ്ങൾ ആകരുത്. എന്തെന്നാൽ നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം എന്തെന്ന് നിങ്ങളുടെ പിതാവ് അറിയുന്നു. അതായത് പ്രാർത്ഥിക്കാനിരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കാൻ പോകുന്ന വ്യക്തിയുടെ ആവശ്യം എന്ത് എന്ന് അറിയുന്നവനെ പിതാവെന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട് പിതാവ് അറിയുന്നു എന്ന് ചോദിച്ചാൽ അത് 1 ദിനവൃത്താന്തം 28:9 വായിച്ചാട്ടെ. നീയോ എൻ്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ ആരാധിക്കുകയും ചെയ്യുക. യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. യഹോവ ഓരോ ചിന്തയ്ക്കും പിന്നിലുള്ള നിലവുകളെ അല്ലെങ്കിൽ ഓരോ ചിന്തയെയും യഹോവ ഗ്രഹിക്കുന്നു എന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ ദാവീദ് തൻ്റെ മകനായ ശലോമോനോട് പറഞ്ഞു കൊടുക്കുക. നീ ഹൃദയത്തിൽ എന്നാ ചിന്തിച്ചാലും ദൈവം അത് അറിയുന്നു. പുറത്തെന്ത് പറയുന്നു എന്നുള്ളതല്ല, അറിയുന്നു. സത്യവേദ പുസ്തകം അത് പറയുന്നത് യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാനിരിക്കുന്നതിന് മുമ്പ് തന്നെ ആവശ്യങ്ങൾ എന്താണെന്നും ഇവൻ പുറത്ത് പറയുന്ന കാര്യം ഇതാണേലും ഇവൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്താണെന്നും ഒക്കെ ദൈവം അറിയുന്നത് കൊണ്ടാണ് പല പ്രാർത്ഥനയ്ക്കും ഉത്തരവില്ലാത്തത്, അല്ലെങ്കിൽ അത് ദീർഘിച്ചു പോകുന്നതിൻ്റെ കാരണം അതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സദൃശ്യവാക്യം 15:29 എടുത്തേ. യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു, നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു. ഈ ദുഷ്ടൻ എന്നതിൻ്റെ മറ്റൊരു വേർഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്ന ഇരുമനസ്സുള്ളവനായി പുറത്തൊരു കാര്യം പറയുകയും അകത്ത് വേറൊരു കാര്യം വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ ദുഷ്ടനായിട്ട് യഹോവ കാണുന്നത് കൊണ്ട് യഹോവ ദുഷ്ടനോട് അകന്നിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതെങ്ങനെയാണെന്ന് നമ്മൾ സങ്കീർത്തനം 9:12 എടുത്തേ. രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർക്കുന്നു, എളിയവരുടെ നിലവിളി അവൻ മറയ്ക്കുന്നതുമില്ല. എന്തെന്നാൽ രക്തപ്രതികാരകൻ അവരെ ഓർക്കും, പീഡിതന്മാരുടെ നിലവിളി അവിടുന്ന് മറക്കുകയുമില്ല. ഇപ്പോൾ ചില സാഹചര്യത്തിലൊക്കെ ചില മനുഷ്യർ കടന്നു പോകുമ്പോൾ വിശ്വാസിക്ക് ഏറ്റവും വലിയ എതിര് വിശ്വാസി തന്നെ ആയിരിക്കും. പലപ്പോഴും അങ്ങനെ വരുമ്പോൾ ദൈവം അത് കഴിഞ്ഞ് വിശ്വാസി ഈ വലിയ പ്രതിസന്ധികളിലൂടെ അക്കരെ കടന്ന് കയറിപ്പോവും. വലിയ പ്രതിസന്ധിയായ ചെങ്കടലിലൂടെ അക്കരെ കടന്ന് കയറിപ്പോവും. പക്ഷേ വിശ്വാസികൾക്ക് പലപ്പോഴും എതിരായി നിൽക്കുന്ന ഫറവോനായിട്ട് പ്രവർത്തിക്കുന്നത് വിശ്വാസികൾ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിശ്വാസികൾ ഈ ചെങ്കടലിലൂടെ അക്കരെ കടക്കുമ്പോൾ പുറകെ വന്ന് ചെങ്കടലിൽ ഇറങ്ങുന്ന ഫറവോന്യ സൈന്യം എന്ന് പറയുന്നത് ഒരു പരിധിവരെ അതെല്ലാം വിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെയുള്ളതാണ്. അവരൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പീഡിതന്മാരുടെ നിലവിളി അവിടുന്ന് മറക്കുകയില്ല എന്ന് എഴുതിയിട്ട് പറയുന്നു. എന്തെന്നാൽ രക്തപ്രതികാരകൻ അവരെ ഓർക്കും എന്ന് എഴുതിയേക്കുന്നു. യെശയ്യാവ് 49:15 വായിച്ചേ. ഒരു സ്ത്രീ തൻ്റെ മുല കുടിക്കുന്ന കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അതായത് ദൈവം തൻ്റെ ഭക്തനെ, ഒരു മുല കുടിക്കുന്ന കുഞ്ഞിനെ അതിൻ്റെ അമ്മ മറക്കുമോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കേരളത്തിലെ രീതി അനുസരിച്ച് മറക്കുമോ എന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റും. കാരണം ഇപ്പം മിക്കവാറും ഒക്കെ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ദൈവം പറയുന്നു, അങ്ങനെ മറന്നാൽ പോലും ഞാൻ നിങ്ങളെ മറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ചെന്നിരിക്കുന്ന ന്യായമായ ഒരു വിഷയങ്ങളും ദൈവം മറക്കില്ല. വചനത്തിൻ്റെ വ്യവസ്ഥയിൽ അർഹതപ്പെട്ട ഒരു വിഷയങ്ങളും ദൈവം മറക്കുകയില്ല. ദൈവം അങ്ങനെ മറക്കാതിരുന്നാൽ എന്താണ് ഗുണം, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഗുണം എന്താണെന്ന് യാക്കോബ് 5:15 വായിച്ചേ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിയെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിക്ക് സൗഖ്യം നൽകും എന്ന് പറഞ്ഞാൽ ഈ രോഗം എന്ന് പറയുന്നത് ശാരീരിക രോഗം തന്നെയൊന്നുമല്ല. കടബാധ്യത ഒരു സാമ്പത്തിക രോഗമാണ്.
ഏതെങ്കിലും മേഖലയിൽ പ്രശ്നമുണ്ടെങ്കിൽ ആ മേഖല രോഗാവസ്ഥയിലാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ മനസ്സിലാകുന്നത്, അപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണോ, അത് മറ്റത് വല്ലതും ചെയ്യണോ? ഞാൻ പറയുന്നത്, എപ്പോഴും പ്രാർത്ഥിക്കുവിൻ എന്ന് പറയുന്ന ഭാഗത്ത് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന, വിശ്വാസത്തോടെ ദൈവസന്നിധി പ്രാർത്ഥിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ അത് പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണോ, അതോ മറ്റു വല്ലതും ചെയ്യണമോ? ഭക്തന്മാരെന്താണ് ആ മേഖലയിലൊക്കെ ചെയ്തത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ആവർത്തന പുസ്തകം 9:27 നോക്കാം. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നീ നിന്റെ ദാസന്മാരെ ഓർക്കണമേ. അപ്പം ദൈവത്തോട് മോശ പറഞ്ഞ കാര്യമാണ്, അങ്ങയുടെ ദാസന്മാരെ ഓർക്കണമേ, അവരോട് ചെയ്ത വാഗ്ദത്തങ്ങൾ ഓർക്കണമേ. ന്യായാധിപന്മാരുടെ പുസ്തകം 16:28 വായിച്ചേ. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, ദൈവമായ യഹോവേ എന്നെ ഓർക്കണമേ. മതി, ദൈവമായ യഹോവയെ എന്നെ ഓർക്കണമേ. പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി നൽകാൻ അടിയനെ ഓർക്കണമേ. 1 ശമൂവേൽ 1:11. അവൾ ഒരു നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ യഹോവേ അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും. മതി, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കണമേ, അടിയന്റെ മനോവ്യത കണ്ടറിയണമേ. ദൈവത്തെ ഓർമ്മിപ്പിക്കുകയാണ്. നെഹമ്യാവ് 5:19 എടുത്തേ. എൻ്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്തതൊക്കെയും എൻ്റെ നന്മയ്ക്കായി ഓർക്കണമേ. അവിടെ പറഞ്ഞത് ചെയ്ത കാര്യങ്ങൾ എണ്ണിപ്പാടി പറയുമല്ല ചെയ്തത്. ദൈവമേ, ഞാൻ ഈ ജനത്തിന് ചെയ്തതെല്ലാം എൻ്റെ നന്മയ്ക്കായി ഓർക്കണമേ. 6:14 വായിച്ച നെഹമ്യാവ്. എൻ്റെ ദൈവമേ, തോബിയാവും സൻബല്ലത്തും ചെയ്ത ഈ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവരെയും നോവത്യ എന്ന പ്രവാചകിയെയും എന്നെ ഭയപ്പെടുത്തുവാൻ നോക്കിയ മറ്റു പ്രവാചകന്മാരെയും ഓർക്കണമേ. ഓർക്കണമേ എന്ന് പറഞ്ഞു. ദൈവമേ, അവരെ ഓർക്കണമേ. അവരെ എന്നാ ചെയ്യണമെന്നുള്ളതല്ല പറഞ്ഞത്, ദൈവമേ ഓർക്കണമേ. നെഹമ്യാവ് 13:31 നോക്കിയേ. നിശ്ചിത സമയങ്ങളിലേക്കുള്ള വിറക് വഴിപാടിനും ആദ്യ ഫലങ്ങൾക്കുമായി ഞാൻ ക്രമീകരണങ്ങൾ ചെയ്തു. എൻ്റെ ദൈവമേ, ഇത് എനിക്ക് നന്മയ്ക്കായി ഓർക്കണമേ. ഇവിടെയെല്ലാം ഭക്തന്മാർ ചെയ്തേക്കുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് മറുപടി കിട്ടിയെന്ന് വിശ്വാസത്തിൽ അവർ നന്ദി പറയുകയും സ്തോത്രം ചെയ്യുകയും പിന്നീട് അവർ ദൈവത്തോട് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ദാനിയേൽ 10:12 വായിച്ചേ. ഓർത്താൽ എന്താണ് ഗുണമെന്ന്? അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ, ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുൻപാകെ നിന്നെ തന്നെ വിനയപ്പെടുത്തേണ്ടതിനും മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്കുകൾ കേട്ടിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചത്. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ, ഭയപ്പെടേണ്ട, ദാനിയേലേ, ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുൻപാകെ നിന്നെ തന്നെ വിനയപ്പെടുത്തേണ്ടതിനും മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്കുകൾ കേട്ടിരിക്കുന്നു. അതായത് യഥാർത്ഥത്തിൽ മാനസാന്തരത്തോടും വചനവ്യവസ്ഥയോടും അനുകൂലമായി അനുസരണമായി ദൈവസന്നിധിയിൽ ഉയർത്തുന്ന ഒരു പ്രാർത്ഥനാ വിഷയം അപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ കേട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കേട്ടിരുന്നപ്പോൾ അങ്ങേരോട് പറഞ്ഞു, മറുപടി വന്നു. മറുപടി വരാനൊരു ശകലം സമയം വന്നു. കാരണം മറുപടിയും കൊണ്ട് വന്നതിനെ പാഴ്സ്യരാജ്യത്തിൻ്റെ പ്രഭു തടഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നത് കൊണ്ട് മറുപടി വരാനൊരല്പസമയം ഉണ്ടായെങ്കിലും കൃത്യമായിട്ട് മറുപടി വന്നു. ദൂതൻ പറഞ്ഞു, നീ മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിൻ്റെ വാക്ക് കേട്ടിരിക്കുന്നു എന്നാണ് എഴുതിയേക്കുന്നത്. നിൻ്റെ വാക്ക് കേട്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഒരു ഭക്തൻ അവൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ഹൃദയ വിചാരം എന്തെന്ന് ദൈവം അറിയുന്നു. അവൻ ഉള്ളിൽ ആരാണെന്ന് ദൈവം അറിയുന്നു. അവൻ ചിന്തിച്ചുകൊണ്ട് പോകുന്ന ഭാഗം എന്താണെന്ന് ദൈവം അറിയുന്നു. അപ്പം വിശ്വാസത്തോടെ ഉള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പുറത്ത് പ്രാർത്ഥിക്കുന്നതും അകത്തിരിക്കുന്നതും ഒറ്റ കാര്യമാണെങ്കിൽ, അകത്തിരിക്കുന്നതും പുറത്ത് പ്രാർത്ഥിക്കുന്നതും ഒറ്റ കാര്യമാണെങ്കിൽ ആ പ്രാർത്ഥന വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിർത്തിയാൽ പിന്നീട് അത് ദിവസവും ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. അത് ദൈവത്തോട് ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. ആ വിഷയം തന്നെ പിന്നെയും പറയുമ്പോൾ നമുക്കതിനകത്ത് മറുപടി ലഭിച്ചു എന്നുള്ള ഒരു വിശ്വാസമില്ലെന്ന് വരും.
അതുകൊണ്ട് തന്നെ ദൈവമേ അങ്ങ് ഓർക്കണമേ, ഓർക്കണമേ, അടിയനെ ഓർക്കണമേ. നമ്മൾ ബൈബിളിലൊക്കെ പലയിടത്തും കാണുന്നുണ്ട് ദൈവം നോഹയെ ഓർത്തു, അങ്ങനെയൊക്കെ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഓർക്കണമേ എന്ന് ദൈവത്തോട് പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ സാഹചര്യങ്ങളിലേക്കും അവസ്ഥകളിലേക്കും നിഷ്കളങ്കരും നിർമ്മലരുമായി കടന്നു പോകുവാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി, സമയത്തിനായി, സാഹചര്യത്തിനായി, വചനത്തിനായി ഒക്കെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവം മറക്കുകയില്ല എന്ന് ഉറപ്പായും വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടെയും തീക്ഷ്ണതയോടെയും പ്രാർത്ഥിച്ച വിഷയങ്ങൾ ഒക്കെയും ദൈവമേ, അത് ദൈവം ഓർക്കണമേ, ദൈവമേ അടിയനെ ഓർക്കണമേ, അടിയൻ്റെ വിഷയങ്ങളെ ഓർക്കണമേ എന്നുള്ള പ്രാർത്ഥനയിൽ പുതിയ പുതിയ വിഷയങ്ങളിലേക്ക് കടന്നുപോയി ദൈവസന്നിധിയിൽ അതിനെല്ലാം മറുപടി പ്രാപിച്ച് വെക്കുവാനും ദൈവത്തിൻ്റെ പദ്ധതിയുടെ സമയത്ത് അതെല്ലാം കയ്യിൽ പറ്റുവാനും അതെല്ലാം ഭൗതികമായി കാണുവാനും ദൈവം സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.